തിരുവനന്തപുരത്ത് പോസ്റ്ററിൽ ചാരി നിന്ന 14 വയസ്സുകാരനെതിരായ BJP നേതാവിന്റെ അതിക്രമത്തിൽ പ്രതികരിച്ച ബാലാവകാശ കമ്മീഷൻ രാഷ്ട്രീയ പ്രവർത്തകർ കൊച്ചുകുട്ടിയെ ആക്രമിക്കുന്നത് തെറ്റാണെന്നും സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുന്നത് എല്ലാ ജനങ്ങളുടെയും അഭയകേന്ദ്രങ്ങളാവേണ്ടവരാണ്. അത്തരം ആളുകൾ ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കമ്മീഷൻ സ്വമേധയാ ഈ കാര്യത്തിൽ കേസെടുക്കും. പോലീസിനോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും വിശദീകരണം ആവശ്യപ്പെടും. അവർക്ക് ഭയമുണ്ടെന്നാണ് ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. DCPയോട് ആവശ്യമായ കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയും നിർദ്ദേശം കൊടുക്കും. എന്തായാലും ഈ കാര്യത്തിൽ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുള്ള തുടർ നടപടികൾ ഉണ്ടാവും. വിവരങ്ങളുമായി സുലേഖ ചേരുന്നു. സുലേഖ, കമ്മീഷന്റെ വാക്കുകളാണ് കേട്ടത്. തിരുവനന്തപുരത്ത് പോസ്റ്ററിൽ ചാരി നിന്ന 14 വയസ്സുകാരനെതിരെ BJP നേതാവിൻ്റെ അതിക്രമത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. രാഷ്ട്രീയ പ്രവർത്തകർ കൊച്ചുകുട്ടിയെ ആക്രമിക്കുന്നത് തെറ്റാണെന്നും സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്നാണ് കമ്മീഷൻ പറഞ്ഞത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പിന്നു കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 14 വയസ്സുകാരന് ഒരു NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ചാരി നിന്നു എന്ന് ആരോപിച്ച BJP കാലടി ഏരിയ വൈസ് പ്രസിഡന്റ് സതീശൻ എന്ന് പറയുന്നയാൾ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഈ 14 വയസ്സുകാരന് നേരെ നടത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ പോലീസിൽ ഈ കുട്ടിയുടെ 14 വയസ്സുകാരന്റെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും ഭീഷണിയെ തുടർന്ന് ഈ BJP നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് ഈ പരാതി പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശേഷം ഇന്നലെ ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിച്ചതോടെ പോലീസ് സ്വമേധയാ കേസ് വീണ്ടും എടുക്കുകയായിരുന്നു. അതിനുശേഷം ഈ നാട്ടുകാർ, ഈ കുട്ടി താമസിക്കുന്ന സ്ഥലത്തുള്ള നാട്ടുകാർ ബാലാവകാശ കമ്മീഷന് ഈ ഒരു ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ടാണ് പരാതി നൽകിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബാലാവകാശ കമ്മീഷൻ ഇത് അന്വേഷിച്ച് സ്വമേധയാ കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവം സംബന്ധിച്ച് പോലീസിനോടും അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് ആ ഒരു കാര്യം കൂടി പരിഗണിച്ചായിരിക്കും ഇത്തരത്തിൽ ബാലാവകാശ കമ്മീഷന്റെ തുടർന്നുള്ള നടപടികൾ. അതിനൊപ്പം തന്നെ ഈ കുട്ടിക്ക് നല്ല ഭയമുണ്ടെന്നാണ് ബാലാവകാശ കമ്മീഷൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കഴുത്തിലടക്കം ഈ മർദ്ദിച്ച പാടുകൾ ഈ കുട്ടിയുടെ കഴുത്തിലടക്കമുണ്ട്. അത്തരത്തിൽ കുട്ടി നല്ല ഭയത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് അത് നൽകാൻ DCPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ നമുക്ക് നൽകുന്ന വിവരം. ബിനു. ശരി സുലേഖ, തിരുവനന്തപുരത്ത് പോസ്റ്ററിൽ ചാരി നിന്ന 14 വയസ്സുകാരനെതിരായ BJP നേതാവിന്റെ അതിക്രമത്തിൽ പ്രതികരിച്ച് ബാലാവകാശ കമ്മീഷൻ രാഷ്ട്രീയ പ്രവർത്തകർ കൊച്ചുകുട്ടിയെ ആക്രമിക്കുന്നത് തെറ്റാണെന്നും സംഭവത്തിൽ സ്വമേധയാ കേസ് എടുക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. വിവരങ്ങളാണ് സുലേഖ നൽകിയത്.